നമ്മുടെ മലയാളത്തിൻ്റെ ചോക്ലേറ്റ് നായകൻ, ഇപ്പോൾ ചോക്ലേറ്റ് നായകനല്ല എങ്കിലും എന്നും ഒരേ ഒരു ചോക്ലേറ്റ് നായകനേ ഉള്ളൂ, അത് നമ്മുടെ കുഞ്ചാക്കോ ബോബനാണ്, മലയാളികളുടെ സ്വന്തം ചാക്കോച്ചൻ. ഇന്ന് അദ്ദേഹത്തിൻ്റെ 49ാം പിറന്നാളാണ്. അപ്പോൾ അനിയത്തിപ്രാവ് എന്ന് പറഞ്ഞ ഒരു സിനിമ മുതൽ അങ്ങോട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു യാത്രയിൽ കുറച്ച് രസകരമായിട്ട് തോന്നി എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ അങ്ങോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അനിയത്തിപ്രാവ് എന്ന് പറയുന്ന ഒരു സിനിമ ഫാസിൽ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു പുതുമുഖം അത്രേ ഫാസിൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ അന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വിനീതിൻ്റെ പോലത്തെ ചില നടന്മാരെയൊക്കെ അദ്ദേഹം മനസ്സിലാലോചിച്ചിരുന്നു. പക്ഷേ വളരെ യാദൃശികമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു കല്യാണ ആൽബം കാണുമ്പോൾ ഇവരുടെ തന്നെ ഫാമിലി ഫ്രണ്ടായ ബോബൻ കുഞ്ചാക്കോൻ്റെ മകൻ കുഞ്ചാക്കോവനായിട്ട് കാണുന്നപ്പോൾ അന്ന് കുഞ്ചാക്കോവൻ ബികോമിന് പഠിക്കുകയാണ്, ബികോം ഫൈനൽ ഇയർ ആണ് എന്നാണ് എൻ്റെ അറിവ്. അങ്ങനെയാണ് കുഞ്ചാക്കോവനെ അതിൽ അഭിനയിപ്പിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എൻട്രി കുഞ്ചാക്കോൻ തന്നെ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു സിനിമാ കുടുംബത്തിലാണെങ്കിലും ഒരു സിനിമയുടെ പല പ്രശ്നങ്ങളും എല്ലാം, കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛൻ പല സിനിമകൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ ഉദയ പ്രൊഡക്ഷൻസ്, നമുക്കറിയാം കുഞ്ചാക്കോൻ്റെ മകൻ ബോബൻ കുഞ്ചാക്കോ അഭിനയിച്ചിട്ടുമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കുറേ സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ വന്ന് നിൽക്കുന്ന ഒരു സമയമൊക്കെ എല്ലാ പ്രശ്നങ്ങളിലൂടെയും കുഞ്ചാക്കോ കടന്നു പോയിട്ടുണ്ട്, ചെറുപ്പത്തിൽ അദ്ദേഹം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരിക്കലും സിനിമയിൽ വരണമെന്നൊരു താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഒരു ബാലതാരമായിട്ട് ചെറിയൊരു സിനിമയിൽ പണ്ട് ധന്യ എന്ന് പറഞ്ഞ ഫാസിലിൻ്റെ സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്തിട്ടുള്ള ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ അത് വേഷമൊന്നും പറയാൻ പറ്റില്ല, അതിനൊരു സീനിലെന്തോ വന്നു പോയിട്ടുണ്ട്. അങ്ങനെയാണ് പിന്നെ ഫാസിലിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി കുഞ്ചാക്കോനെ അഭിനയിക്കുന്നത്. അപ്പോൾ ആ ഒരു സിനിമ ഇറങ്ങിയ സമയത്ത്, അപ്പോൾ അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ഒരു സമയമാണ്. അന്ന് ഒരൊറ്റ സിനിമ കൊണ്ട് അതുപോലെ ഒരു നടൻ എനിക്ക് തോന്നുന്നത് അതിന് മുമ്പും അതിന് ശേഷവും മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. ഒരുപാട് നടന്മാരുണ്ട്, നമുക്കിപ്പോൾ ശങ്കറിനെ പറയാം, അതുപോലെ തന്നെ റഹ്മാനെ പറയാം. പക്ഷേ റഹ്മാൻ കൂടെ എവിടെ കഴിയുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെയും നമ്മുടെ കാണാമറയത്ത് കഴിയുന്നു, അങ്ങനെയൊക്കെയാണ് റഹ്മാൻ സ്റ്റാർ ആയത്. ശങ്കർ ആണെങ്കിൽ ഓൾറെഡി തമിഴിൽ ക്ലിക്കായി, പിന്നെ മലയാളത്തിൽ മഞ്ഞു വിരിഞ്ഞ പൂക്കൾ ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് വരും സ്റ്റാറായി. പക്ഷേ കുഞ്ചാക്കോ ബോബൻ്റെ ഒരു സ്റ്റാർട്ടം എന്ന് പറഞ്ഞാൽ അതൊരു വേറെ തരത്തില്ല. കാരണം അപ്പോഴേക്കും ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പോലും മീഡിയ വേറൊരു തരത്തിൽ, മാഗസൈൻസിലൂടെയും ടി വി ഒക്കെ ആയിരുന്നു കൂടുതൽ. കാരണം മഞ്ഞു വിരിഞ്ഞ പൂക്കളുടെ സമയത്തൊന്നും അങ്ങനെ എല്ലാ വീടുകളിലും ടി വി ഉള്ള സമയമല്ല. പക്ഷേ അനിയത്തിപ്രാവ് ഇറങ്ങിയപ്പോഴേക്കും ടി വിയും ഈ പറഞ്ഞ പോലെ കാസറ്റും, അത് കണ്ട അനിയത്തിപ്രാവ്, അന്ന് അനിയത്തിപ്രാവിൻ്റെയൊക്കെ വ്യാജ കാസറ്റുകൾ ഇറങ്ങിയതൊരു സമയമായിരുന്നു. ഇപ്പം നമുക്കറിയാം, അന്ന് വ്യാജ കാസറ്റുകൾ തിയേറ്ററിൽ കളിക്കുമ്പോൾ തന്നെ ഇറങ്ങും. അങ്ങനെ ഈ പറഞ്ഞ പോലെ ഇത് കണ്ട് മറ്റേ ചോര കൊണ്ട് കത്തെഴുതുക, അന്നത്തെ ചില മാഗസീൻസൊക്കെ ഇത് ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ നോക്കിയാൽ കാണാം. കുഞ്ചാക്കോന് വന്ന കത്തുകളിലൊക്കെ അദ്ദേഹം ആ കത്തുകളുടെ മുമ്പിൽ നിൽക്കുന്നതും അത് നോക്കി ചിരിക്കുന്നൊക്കെ പല സ്റ്റിൽസൊക്കെ കണ്ടിട്ടുണ്ട്. അന്ന് ബികോമിന് പഠിക്കുകയാണ്. അത് കഴിഞ്ഞ് അന്നത്തെ പല കഥകളൊക്കെ എങ്ങനെയായിരുന്നു, കുഞ്ചാക്കോന് ഒരുപാട് ഓഫറുകൾ വരുന്നു, കുഞ്ചാക്കോൻ ചെയ്യുന്നില്ല. അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ചെയ്ത നക്ഷത്ര താരാട്ട് എന്ന് പറയുന്ന സിനിമയാണ്. ഇതേ കുഞ്ചാക്കോ ബോബൻ ശാലിനി കോംബോയിലെ ഒരു സിനിമയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഹരികൃഷ്ണൻസിൻ്റെ ഭാഗമാവുന്നു, മറ്റേ മയിൽപീലിക്കാവ് എന്നുള്ള സിനിമ ചെയ്യുന്നു. പിന്നെ ചില സിനിമകളൊക്കെ അദ്ദേഹത്തിന് പരാജയപ്പെട്ടിട്ടുണ്ട്. ചന്ദാമാമയും മഴവില്ലും പ്രേം പൂജാരി പോലെ ഹരിഹരൻ്റെ പോലത്തെ വലിയൊരു സംവിധായകൻ്റെ സിനിമ ചെയ്തിട്ട് പരാജയപ്പെട്ടു. പക്ഷെ നിറം എന്ന് പറയുന്നൊരു സിനിമയിലൂടെ അദ്ദേഹം തിരിച്ചു വന്നു. അപ്പോൾ 97 അനിയത്തിപ്രാവ് ഇറങ്ങുന്നു. പിന്നെ 98 കഴിഞ്ഞ് 99 എന്ന് പറയുന്നൊരു വർഷം, ആ ഒരു വർഷത്തെ ഇയർലി റിപ്പോർട്ട് 2000 ഇറങ്ങിയപ്പോൾ 2000 ജനുവരി തുടക്കം ഇറങ്ങിയ സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഏത് മാഗസീനാണെന്ന് ഞാൻ മറന്നുപോയി. അതിലുണ്ട് കുഞ്ചാക്കോ ബോബനെ കുറിച്ച് പറഞ്ഞതിൽ 1 സെഞ്ചുറി 3, അതായത് 3 ക്ലീൻ ബൗൾഡായി, പക്ഷേ ഒരു സെഞ്ചുറിയിലൂടെ തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ പ്രേംപൂജാരിയും മഴവില്ലും ചന്ദാമാമയും ഫ്ലോപ്പായെങ്കിലും നിറത്തിലൂടെ തിരിച്ചു വന്നു എന്ന് പറയുന്നത്. പിന്നെ 2000 എന്ന് പറയുന്ന ഒരു വർഷം, അത് കഴിഞ്ഞ് പിന്നെ 2001, പിന്നെ ഈ പറഞ്ഞ പോലെ വീണ്ടും കുറച്ച് പരാജയങ്ങൾ. സത്യം ശിവസുന്ദരൻ എന്നുള്ള സിനിമ അത് പരാജയമായിരുന്നു. പക്ഷേ അപ്പുറത്ത് ദോസ്ത് എന്ന് പറയുന്ന ഒരു സിനിമ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഹിറ്റ് കിട്ടി. അങ്ങനെ പരാജയവും വിജയമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നൊരു സമയത്താണ് 2003 കസ്തൂരിമാൻ എന്ന് പറയുന്ന ഒരു സിനിമ, അത് കുഞ്ചാക്കോന് വലിയൊരു ബ്രേക്കായ ഒരു സിനിമയായിരുന്നു. അതുവരെ കുഞ്ചാക്കോന് ഒരു ചോക്ലേറ്റ് നായകനായി കണ്ട കുഞ്ചാക്കോനെ വേറൊരു തരത്തിൽ നമ്മൾ കണ്ടു. ഒരു കാലഘട്ടം, കോളേജും പിന്നെ ഒരു കളക്ടറാവുന്ന ഒരു ഘട്ടം വരെയുണ്ട്. പിന്നെ ഒരു സിനിമയ്ക്ക്, ഞാൻ ആ സിനിമയുടെ പേര് മറന്നുപോയി, ഇതാ ഒരു സ്നേഹതീരത്ത്, അതിനാണ് കുഞ്ചാക്കോന് ആദ്യമായിട്ടൊരു സ്റ്റേറ്റ് അവാർഡ്, സ്പെഷ്യൽ ജൂറി അവാർഡ് കുഞ്ചാക്കോന് കിട്ടിയത്. ആ ഒരു സിനിമ തിയേറ്ററിൽ ഓടിയ സിനിമയല്ലായിരുന്നു, പക്ഷേ കുഞ്ചാക്കോന് ശ്രദ്ധിക്കപ്പെട്ട സിനിമയായിരുന്നു. പിന്നെ സ്വപ്നക്കൂടിൽ പൃഥ്വിരാജുണ്ട്, ജയസൂര്യയുണ്ട്, അതുകൊണ്ട് അതൊരു കുഞ്ചാക്കോൻ്റെ ഒരു വിജയം എന്ന് പറയാൻ പറ്റില്ല. പിന്നെ നമ്മൾ കണ്ടതാണ് കുഞ്ചാക്കോ സിനിമയിൽ നിന്ന് മാറി, അതായത് കുറച്ച് പരാജയങ്ങൾ സംഭവിച്ചു, അവിടെ നിന്നൊരു ബ്രേക്ക് ഇട്ട് അദ്ദേഹം ബിസിനസ്സിലോട്ട് പോകുന്നു. ആ ഒരു സമയത്ത് കുഞ്ചാക്കോന് വലിയൊരു നഷ്ടം, ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്നൊരു സിനിമ, ആ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചിട്ട് കുഞ്ചാക്കോ അഭിനയിക്കാതിരുന്നുകൊണ്ടാണ് നരേൻ എന്ന് പറയുന്നൊരു നടൻ ആ ഒരു സിനിമയിൽ അഭിനയിക്കുന്നു. നരേൻ്റെ ഒരു കരിയറിൽ വലിയ ബ്രേക്കാണ് വന്നതൊക്കെ. പിന്നീട് ലാൽ ജോസുമായിട്ട് കുഞ്ചാക്കോന് ചെറിയൊരു അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇവർ തമ്മിൽ മിണ്ടാതെയായിട്ട് പിന്നീട് ഒരുമിച്ച് ഒരു ഫാമിലി എല്ലാവരും കൂടി ടൂർ പോകുമ്പോഴാണ് കുഞ്ചാക്കോൻ്റെ ഭാര്യ വീണ്ടും ലാൽ ജോസിനെ കുഞ്ചാക്കോനെ തമ്മിൽ ഒന്നിപ്പിക്കുന്നതും.
പിന്നെ ലാൽ ജോസിനെ പറഞ്ഞിട്ടുണ്ട്, ലാൽ ജോസ് എറണാകുളത്ത് ഷിഫ്റ്റ് ചെയ്തിട്ട് എറണാകുളത്ത് വന്ന് താമസിക്കുമ്പോൾ കുഞ്ചാക്കോ ബോബനും ഫാമിലിയും സ്ഥിരമായിട്ട് അവിടെ വരും. അന്ന് കുഞ്ചാക്കോ നമുക്കറിയാം മീശ വെച്ച് മാത്രമാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത്. ലാൽ ജോസാണ് പറയണത് ഈ ഒരു മീശ കളയണം, ലുക്ക് മാറ്റണം, എന്നിട്ട് അഭിനയിക്കണം എന്ന് പറഞ്ഞിട്ടാണ് എൽസമ്മ എന്ന ആൺകുട്ടി എന്ന് പറയുന്ന ഒരു സിനിമയിൽ നമ്മൾ കുഞ്ചാക്കോനെ കണ്ടത്. അതിന് മുമ്പ് ഗുലുമാൽ എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തു, മീശ ഏകദേശം മീശയൊക്കെ ട്രിം ചെയ്തിട്ടാണ് ചെയ്തത്. 2020-ലും ലോലിപോപ്പിലും മീശ വെച്ചിട്ട് തന്നെയാണ്. പിന്നെ നമ്മൾ ഗുലുമാലിലാണ് അദ്ദേഹം ഒരു തിരിച്ചൊരു വരവ് വരുന്നത്. അന്ന് കുഞ്ചാക്കോൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ കുഞ്ചാക്കോൻ പറഞ്ഞത് എനിക്ക് ജയസൂര്യയോടും ഇന്ദ്രജിത്തിനോടും അസൂയാണ്. കാരണം ജയസൂര്യ ഇന്ദ്രജിത്ത് എന്ന നായകനും വില്ലനും ക്യാരക്ടറുകളൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്കും അതുപോലെയൊക്കെ ചെയ്യണമെന്നാണ്. പക്ഷെ അന്ന് കുഞ്ചാക്കോന് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഭയങ്കരമായിട്ട് വിമർശനങ്ങൾ അദ്ദേഹം നേരിട്ടിരുന്നു. കാരണം അദ്ദേഹത്തിന് ഒരു കാറ്റഗറി ഓഫ് റോൾസേ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവിടെ നിന്നൊക്കെ മാറ്റം വരുത്തി അദ്ദേഹം സിനിമകൾ ചെയ്തു. പിന്നെ നമുക്കറിയാം ഇപ്പോൾ ഏതോ വേറൊരു തരത്തിലുള്ള സിനിമകൾ, അഞ്ചാം പാതിര ചെയ്തു. എന്നാതാ കേസ് കൊടുക്കുന്ന സിനിമയിൽ അത് കുഞ്ചാക്കോ മമ്മൂട്ടിയ സിനിമ കണ്ടിട്ട് പറഞ്ഞത് എനിക്കതിൽ കുഞ്ചാക്കോനെ കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് വിളിച്ചു എന്നൊക്കെയാണ് കുഞ്ചാക്കോൻ പറഞ്ഞിരുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റേറ്റ് അവാർഡ് വരെ കിട്ടി. പിന്നെ ഉദയ എന്ന് പറഞ്ഞൊരു ബാനർ അദ്ദേഹം തിരിച്ചു കൊണ്ടുവന്നു. എന്തായാലും ആ ഒരു കുഞ്ചാക്കോവിൻ്റെ ഒരു ജേണി ശരിക്കും നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു ജേണി തന്നെയാണ്. പിന്നെ നമ്മൾ പറയും ഈ പറഞ്ഞ പോലെ ആരെയും വെറുപ്പിക്കാത്ത ഒരാൾ, എന്താ പറയുക, ഒരു തലവേദന ഉണ്ടാക്കാത്ത ആരും കുഞ്ചാക്കോനെ കുറിച്ച് അങ്ങനെ ഒരു പരാതിയൊന്നും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം വീട്ടിൽ പോകുന്നു, വളരെ ഒരു ഫാമിലി മാനാണ് എന്ന് പറയാറുണ്ട് കുഞ്ചാക്കോനെ കുറിച്ച്. പിന്നെ വളരെ ഒരു സ്പെഷ്യലായിട്ട് തോന്നിയൊരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം വേറൊരു ഭാഷയിൽ സിനിമ ചെയ്തിട്ടില്ല. അത് ബാക്കിയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കാറ്റഗറിയിലുള്ള ഒരു നടന്മാർ ജയസൂര്യയിലും ഇന്ദ്രജിത്തായാലൊക്കെ മറ്റു ഭാഷകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഞ്ചാക്കോന് ഒരു തമിഴ് സിനിമയൊന്നും ചെയ്തിട്ടില്ല. എനിക്കൊണ്ട് ഈ അടുത്ത് അരവിന്ദ് സ്വാമിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമ ഒറ്റ എന്ന് പറയുന്ന ഒരു സിനിമ, അത് മാത്രമാണ് തമിഴിലും മലയാളത്തിലുമായിട്ട് ചെയ്തത്. അതല്ലാതെ കുഞ്ചാക്കോൻ വേറൊരു ഭാഷയിലൊരു സിനിമയും ചെയ്തിട്ടില്ല. അത് അദ്ദേഹത്തിന് അവസരം കിട്ടാത്തത് കൊണ്ടൊന്നുമല്ല, അദ്ദേഹം മലയാളത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് തന്നെയായിരിക്കും. ആ ഒരു തീരുമാനം തെറ്റായിരുന്നോ നല്ലതായിരുന്നോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അത് അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ചോയ്സാണ്. എന്തായാലും കുഞ്ചാക്കോൻ്റെ ഇനിയും എന്താ പറയുക അങ്ങോട്ട് കിടക്കുന്നുണ്ട്. ചിലപ്പോൾ വേറൊരു തരത്തിലുള്ളൊരു സിനിമകളൊക്കെ ആയിരിക്കും ഇനി അങ്ങോട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വരാൻ പോകുന്നത്. എന്തായാലും കുഞ്ചാക്കോൻ്റെ സിനിമകൾ, നിങ്ങളുടെ ഫേവറേറ്റ് സിനിമകൾ എന്തായാലും അനിയത്തിപ്രാവും നിറവും അല്ലെങ്കിൽ ഈ പറയുന്ന അദ്ദേഹം ഈ അടുത്ത് അഭിനയിച്ച സിനിമകൾ പലതും ഉണ്ടാവും. ഓർഡിനറി എന്ന് പറയുന്ന ഒരു സിനിമയെക്കുറിച്ച് നമുക്ക് പറയേണ്ടതാണ്. അപ്പോൾ ആ ഒരു സിനിമയെക്കുറിച്ച് നമ്മൾ വേറൊരു എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം ആ ഒരു സിനിമ മറ്റൊരു നടൻ അഭിനയിക്കായിരുന്ന കുഞ്ചാക്കോയിലേക്ക് എത്തിയ ഒരു സിനിമയാണ്. പിന്നെ കുഞ്ചാക്കോൻ്റെ മറ്റൊരു പ്രത്യേകത എനിക്ക് തോന്നിയെന്ന് പറയുന്നത്, ഇപ്പോൾ സെവൻസ് എന്ന് പറയുന്ന ഒരു സിനിമ നമുക്കെടുക്കാം. അതിൽ കുഞ്ചാക്കോ ബോബൻ, ആസിഫ് അലി കുഞ്ചാക്കോയുടെ എത്ര ഒരു ജൂനിയറാണ്. അതിൽ നിവിൻ പോളിയൊക്കെ അഭിനയിച്ചിട്ട്. പക്ഷേ ഇവരൊരു ഫ്രണ്ട്സ് പോലെയാണ് ആ ഒരു സിനിമയിൽ. ഫ്രണ്ട്സ് തന്നെയാണ്, ഒരേ പ്രായമായിട്ടാണ് അവർ. അതായത് കുഞ്ചാക്കോന് എത്ര പ്രായമായാലും ഇന്നിപ്പോൾ 49 വയസ്സ് ആയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അദ്ദേഹം ഇന്നും ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ, ഒന്ന് സ്ലിം ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. അപ്പോൾ ഒട്ടും പ്രായം തോന്നിക്കാത്ത, നമ്മുടെ മമ്മൂക്കയെ കുറിച്ചൊക്കെ പറയണ പോലെ പ്രായം തോന്നിക്കാത്ത ഒരു നടൻ തന്നെയാണ് കുഞ്ചാക്കോൻ. എന്നാൽ അദ്ദേഹത്തിന് ഏജ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, മെച്യൂർഡ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യണോ ആ ഒരു ലുക്കിലേക്കും അദ്ദേഹത്തിന് മാറാൻ പറ്റും. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് തോന്നിയ കുഞ്ചാക്കോ ബോബൻ്റെ ഒരു ക്യാരക്ടറുള്ള സ്പെഷ്യാലിറ്റീസ്, അദ്ദേഹത്തിൻ്റെ സിനിമകൾ, അതിനെക്കുറിച്ചൊക്കെ നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യുക. എന്തായാലും കുഞ്ചാക്കോന് ഇനിയും തകർത്ത് അഭിനയിക്കട്ടെ, ഒരുപാട് വർഷങ്ങൾ അദ്ദേഹം ഇൻഡസ്ട്രിയിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം.